FD ഇടാനാ. മഹാലക്ഷ്മി 6 മാസത്തേക്ക് എന്താ പലിശ? 18%. എന്താ? ഓ, ഹലോ, അതെ, ഫിലിപ്പ് സാർ ഇതുവരെ വന്നില്ലല്ലോ. ആരാ? പറയാം. ഹലോ, യെസ് സർ. ഉവ്വ, വീട്ടിലുണ്ട്. ഞാൻ വിളിച്ച് പറയാം സർ. ഹലോ, അതെ, ശരി. ലേറ്റ് ആയല്ലേ? ഇല്ല സർ. ഡീസൽ ഇന്ന് വന്നില്ലേ? വന്നു സാർ. എത്ര വേണം? 8000. ഞാൻ ഓഫീസിൽ കാണും. ഇന്നലെ ലോഡ് വന്നില്ലേ? ഇല്ല സർ. ആ ജോസഫ് ചേട്ടന്റെ ഉരുപ്പണി മുഴുവൻ ഇന്ന് തന്നെ അറുത്ത് കൊടുക്കണം കേട്ടോ. ആ ജോലിയാ നടക്കുന്നത്. ഇത്രയും താമസിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരെ ഓഫീസിൽ പോയേനെ. ഇനി ആ കുറുപ്പിന്റെ വായ കിടക്കുന്ന മുഴുവൻ ഞാൻ ഈ കിടക്കണം. എന്റെ നെല്ലിമറ്റം കൃഷ്ണേട്ടാ, ചേട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? തല അവിടെ നിൽക്കുമ്പോ ഈ വാലെന്തിനാ ഇവിടെ കിടന്നാടുന്നത്? ഇതെന്താ ഇത്? എവിടെ കൊണ്ടുപോവാ? നിന്റെ കാശ് കൊടുത്തോ? ഇല്ലല്ലേ? ഇവിടെ ഇന്ന് ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അത് കരയുന്നുണ്ടോ? അത് കരയുന്ന പ്രശ്നമാകുന്ന തോന്നുന്നു. അയ്യോ പൊന്നും മോളല്ല, കരയില്ല മോളെ. പോലീസ് ഒന്നും വരില്ല, ഞാൻ തന്നെയാണ് പോലീസ് കേട്ടോ. മോളെ നോക്ക്, മൂക്ക് ആ തടിവരം വേണം എടുത്തുള്ളൂ. എന്താണ് കരയണ്ടേ? അയ്യോ പാവം കൊച്ച്. നല്ല മോള്. ആരും കേട്ടില്ല. സാർ 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 Good morning, sir. Good morning. ഒരു 1500 രൂപ കിട്ടും. നിന്റെ പേരെന്നതാ? ഫിലിപ്പ്, ഫിലിപ്പോസ്. തമ്പിന്ന് വിളിക്കും. സർ, ഇവരുടെ പേരിലുള്ള FD ഈ ജോസഫിന്റെ പേരിലേക്ക് മാറ്റണം. ഒരു ഫ്രഷ് റെസീറ്റ് എഴുതി മാറ്റി. ഈ പച്ചന്റെ മൂത്ത മോനല്ലയോ? അതെ. ഇവനല്ലേ വണ്ടി മറിഞ്ഞു മരിച്ചത്? അതെ. എത്ര വയസ്സുണ്ടായിരുന്നു? 20.
പിന്നെ യവനല്ലയോ ഈ നമ്മുടെ അമ്മച്ചിക്ക് എന്തൊക്കെ അറിയണം? നീ പോടാ അവിടുന്ന്. യവന്റെ അപ്പച്ചനുള്ളപ്പോഴേ എനിക്ക് ഈ ബാങ്കുമായിട്ട് ബന്ധമുണ്ട്. മോന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇല്ല, എത്ര വയസ്സായി? 35. എന്റെ മാതാവേ, ഇനി എപ്പോഴാ കിട്ടുന്നേ? ഈ അമ്മച്ചിക്ക് എന്താ? വാ പോകാം. കിട്ടുന്നില്ലയോ? ഉണ്ട്, ഉടനെ ഉണ്ട്. ആഹാ, കഴിക്കേ. നന്നായിരിക്കുന്നു. അമ്മച്ചി പോരെ. താങ്ക്സ്. വരട്ടെ. വാ പോകാം. വരട്ടെ മോനെ. അല്ല, കുപ്പി കൊണ്ടുപോവാ. ഇത് എവിടെ വേണം? ആ പിന്നെ വേഗം കെട്ടണേ. ഓ, സദാനന്ദന്റെ ഡ്യൂസ് കിട്ടിയോ? ആ ഫിലിം പ്രൊഡ്യൂസർ സദാനന്ദൻ. ഇല്ല സാർ, 3-4 അവധിയായി. താൻ ആ വിവരം ശിവൻകുട്ടിയോട് വിളിച്ചു പറഞ്ഞല്ലേ? ഇല്ല സാർ. ഹലോ, സ്ക്രിപ്റ്റ് റൈറ്റർ അമ്മിണിക്കുട്ടി ഹിയർ. ആരാ? ഇത് ഞാനാടാ, ഫിലിപ്പ്. അതെ, ഞാനാ ശിവൻ. ആ സദാനന്ദന്റെ കാശ് കിട്ടിയില്ലല്ലോ. ഇതുവരെ തന്നില്ലേ? ഞാൻ ഇന്നലെ തന്നെ അയാളോട് മുതലും പലിശയും തിരിച്ചു തരണമെന്ന് പറഞ്ഞിരുന്നാണല്ലോ. 2 എണ്ണം കൊടുക്കണോ വായ നോക്കി നിൽക്കാതെ? സോറി, ഞാനേ ടിവിയിലെ സീക്വൻസ് കണ്ട് പറഞ്ഞതാ. 4 സ്റ്റോറീസ് എഴുതിക്കൊണ്ടിരിക്കുക ഒറ്റ സ്ട്രെച്ചില്. ഭയങ്കര ടെൻഷനാ. ആ എന്തായാലും കൊള്ളാം. മര്യാദക്ക് എന്റെ കാശ് എടുത്തില്ലെങ്കിൽ അവന്റെ കൂടും കുടുക്കൊക്കെ ഞാൻ എടുത്തോണ്ട് പോരുമെന്ന് പറഞ്ഞേക്ക്. അയ്യോ അളിയാ, കൂടും കുടിക്കലൊന്നും കൈവയ്ക്കണ്ട. അവനെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുതരുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാനേ ഈ സ്റ്റോറീസ് ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ. എന്താ അതിനു മുമ്പ് എന്നെ ഫിനിഷ് ചെയ്യുന്നു. അളിയാ, ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആ ഉതുപ്പാനും പത്തില്ല എവിടാ? ഇപ്പൊ വരും. ബെസ്റ്റ് പാർട്ടി സാർ. Good evening, boss. We miss you. Stop. ചില്ലറയില്ല, ബാക്കി എടുത്തോടെ. ഒരു രക്ഷയുമില്ല. നീ അവലഞ്ചി ക്രോസ് വന്നില്ലേ? പോളിഷ് ക്ലാസിക്കാ. കാനേ അവാർഡ് കിട്ടിയതാ. അതൊന്നും മൂവിംഗ് അല്ല. പിന്നെ അതൊക്കെ കിട്ടിയിട്ട് എന്തോ ചെയ്യാനാ? ഭാവന പറ്റിയ മറ്റു പലരും ചെയ്യുന്ന പോലെ മോട്ടിക്കാനല്ല, അറിവിന് വേണ്ടിയാണ്. ഹൗ ടു മേക്ക് സെൻസിബിൾ ഫിലിംസ്. They call me Trinity Clint Eastwood. Day of the Jackal. One flew over the cuckoo's nest, gone with the wind. Riders of the Lost Ark. Lost. ലേറ്റസ്റ്റ് ഒന്നും വന്നിട്ടില്ലേ? ഉണ്ടായിരുന്നു 3-4. ആ നമ്മുടെ സാമിയും ഡെന്നീസും കൊണ്ടുപോയി. നമ്മൾ തമ്മിൽ തെറ്റും. ഈ ഷോപ്പ് ഞാൻ റിസർവ് ചെയ്തിട്ടുള്ളതാ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ലേറ്റസ്റ്റ് വന്നാൽ ഞാൻ കാണാതെ ആർക്കും കൊടുക്കരുതെന്ന്. അവരും രക്ഷപ്പെടേണ്ടി കേട്ടാ. അങ്ങനെ രക്ഷപ്പെടണ്ട. ഞാൻ പിന്നെ മൈലാഞ്ചി ഇടാനാണ് SSL വരെ പഠിച്ചത്. ദേ, ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം. സാമിയോ കോമിയോ ഭീമനോ ഡെന്നിസോ ശ്രീനിയോ ആര് വന്നാലും ശരി, ന്യൂ അറൈവൽസ് എനിക്കുള്ളതാ. പറ്റില്ലെങ്കിൽ പറഞ്ഞോളൂ, ഇവിടെ വേറെ വീഡിയോ ഷോപ്സ് ഉണ്ട്. ഒരു കഥയുണ്ടാക്കാൻ പെടുന്ന പാട് എനിക്കറിയാം. ഹലോ അമ്മണി ചേട്ടാ, എന്താടാ ലേറ്റ് ആയത്? ഒന്നും പറയണ്ടളിയാ, ട്രാഫിക് ജാം. ഒരു ജാഥ ഉണ്ടായിരുന്നു. ഇറങ്ങാം. ഓ യെസ്. ഓസ്കാർ വിന്നർ ലാസ്റ്റ് ടെമ്പറർ ഉണ്ടോ? അതും കൊണ്ടുപോയി. കരാട്ടെ കിഡ് അതും കൊണ്ടുപോയി. ഡോക്ടർ ശിവപ്രസാദ്. ഡോക്ടർ ശിവപ്രസാദ് ആ
യു മീൻ ഡോക്ടർ ഷിവാഗോ? ഡോക്ടർ ഷിവാഗോ, ഷിവാഗോ, ഐ റിമെമ്പർ. ജമീനുണ്ടോ? അത് തട്ടാൻ പോണോ? കൊള്ള, അത് ആണുങ്ങൾ തട്ടി. കോപ്പി അടിയാണ് സൂചനയെങ്കിൽ ഞാൻ ആ ടൈപ്പ് അല്ല. ഞങ്ങള് സിനിമാക്കാരെ അത്രയ്ക്കങ്ങ് ചീപ്പായി കാണുകയും വേണ്ട. ഐ ആം എ സെൽഫ് മെയ്ഡ് റൈറ്റർ, യു നോ. ഐ ആം എൻചാന്റിംഗ് അമ്മിണിക്കുട്ടി ഓൺ ദി സിൽവർ സ്ക്രീൻ. ഞങ്ങള് പോവാ. ചേട്ടനെ കൊണ്ട് തപ്പിയെടുത്തോ. ഓക്കേ, പോടാ, പോകാം, വാ. വക്കീലേ, വാടാ മണവാള. എന്താടാ അത്യാവശ്യം? എന്താ വരാൻ പറഞ്ഞ? പുതിയ ഇടം മാറ്റത്തിനുള്ള നോട്ടീസാ. ഇമ്പോർട്ടന്റ് തിങ്. ആ പിന്നെ അയ്യപ്പനാശാനായിട്ടുള്ള കേസ് നമ്മൾ ജയിച്ചു. ജപ്തി ഓർഡർ ആയിട്ടുണ്ട്. വേണേ ഉടനെ നടത്താം. ജപ്തിയോ? ആ, അത് ഉടനെ വേണ്ട. നമുക്ക് കാര്യം പറയാം. കുറേശ്ശെയായിട്ടാണെങ്കിലും അയാൾ അടച്ചു തീർക്കട്ടെ. പിന്നെന്തിനാ കേസ് കൊടുക്കാൻ പോയി? ഇങ്ങനെ സോഫ്റ്റ് കോർണർ വെച്ചുകൊണ്ട് നടന്നാൽ ബാങ്ക് കിടക്കൂ. കരക്കാരുടെ കാശാ നിന്റെ കയ്യിലുള്ളത്. അത് തിരിച്ചു കൊടുക്കണ്ടേ? എല്ലാം കിട്ടാക്കുറ്റി ആയാൽ. ശരിയാ. എന്നാലും ജപ്തി എന്ന് കേൾക്കുമ്പോ ഒരു വിഷമം. നീ ആശാനെ വിളിച്ച് കാര്യം പറ. അയാൾ അടയ്ക്കും. അടച്ചില്ലെങ്കിൽ അപ്പൊ നോക്കാം. അതല്ലേ നല്ലത്? ഞാൻ സംസാരിക്കാം. പക്ഷെ എനിക്ക് വിശ്വാസമൊന്നുമില്ല. അയാൾ മുട്ടൻ കള്ളനാണ്. ഏത് കള്ളന്റെ കാര്യമാണ് പറയുന്നത്? ഇവന്റെ ഒരു കക്ഷിയാ ഒരാശാൻ. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ എവിടം വരെയായി? ഓ, എന്നാ ഒരുങ്ങാനാ. ഇൻവിറ്റേഷൻ അടിച്ചു കിട്ടിയേ? ആ, ഇന്ന് കൊടുത്തു. 2 ദിവസം കിട്ടും. ഒരു 200 കാർഡ് പോലെടാ. 200 മതിയാവോ? അങ്ങനെ അധികം പേരൊന്നും വിളിക്കുന്നില്ലല്ലോ. ആ എടാ, സിസിലി ഇവളുടെ ജൂനിയർ ആയിരുന്നു കോളേജിൽ. ഏത് സിസിലി? കൊള്ളാം. കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ പേര് പോലും മറന്നോ? അയ്യോ, ഞാനത് പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെടാ. എട്ടല്ലേ ആയുള്ളൂ. നമുക്കൊന്ന് ക്ലബ് വരെ പോയാലോ? ഓ, അതിനെന്താ പോലെ. ഞാൻ ഇപ്പൊ വരാം. ആ, എടുക്കളിയാ. ഇങ്ങോട്ട് താളെ, തണുപ്പ് കളഞ്ഞി താ. പിടിക്കണേ. അല്ല നീ വച്ചോ. രണ്ടോ? വച്ചോ. എടുക്ക മതി. ഞാൻ നിർത്തി. ഞാൻ പോവാ. നൈറ്റ്. ഓക്കെ. എത്രയാണോ അടിച്ചു കയറുന്നത്? ഇഷ്ടം തന്നെ നിന്റെയൊക്കെ കാര്യം. നീ മോശമല്ല. ഗുഡ് ഈവനിങ് തമ്പിച്ച. എന്തുവാടാ ചെത്ത് പാർട്ടീസ് എല്ലാം കൂടെ ഒരു ഗൂഢാലോചന? ഒന്നുമില്ല ചേ. വെറുതെ ഞങ്ങൾ എന്തുവാടാ? ഇഞ്ഞോണ്ടാ. ഇത് ആ, ബിയറാണ്. എന്താണ് അവിടെ ഒരു പോക? അത് ശരി, സിഗരറ്റാണല്ലേ. ഞാൻ വിചാരിച്ച ചിലപ്പോ മറ്റവനായിരിക്കും. അയ്യോ അച്ചായ, ഞങ്ങളിപ്പോ അത് ഉപയോഗിക്കാറേ ഇല്ല. ഗുഡ്. ഒരിക്കലും ഉപയോഗിക്കരുത്. എന്റെ രാജമോനെ കൊന്നവനാ. ആ, സമയമായാലും പോണില്ലേ? ഞങ്ങൾ ഉടനെ പോവാണ് ചേ. ആ, എന്നാ വേഗം ചെല്ലു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേ. ഫിനിഷ് ചെയ്യണം. മറ്റേ കാര്യം ചോദിക്കട്ടെ. പിന്നെ അച്ചായ, കല്യാണത്തിന്റെ വീഡിയോ വേറെ ആരെ ഏൽപ്പിക്കരുത്. ഞാൻ എടുത്തോളാം. എന്തിനാടാ അതൊക്കെ? ആർക്ക് കാണാനാ? എനിക്കൊരു താല്പര്യമില്ല. നിനക്ക് ഇവിടെ കിട്ടും. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് അച്ചായ. ഗുഡ് നൈറ്റ്. കൃഷ്ണ, 2 കപ്പ് ചായ ഉണ്ടോന്നേ? ആ, സാറേ പുതിയ സിനിമയൊന്നുമില്ലേ? ഉണ്ടുണ്ട്. തനിക്ക് വേണ്ടി പറഞ്ഞ എഴുതിക്കൊണ്ടിരിക്കുക. പോയി ചായ കൊണ്ടുവാ. ആ,
അല്ല ഇന്നാള് ഞാൻ സാറിന്റെ ഒരു സിനിമ കണ്ടല്ലോ. ഞാൻ ഒന്നല്ല പല സിനിമകൾ എഴുതിയിട്ടുണ്ട്. ആ കേട്ടോ, ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ആ. എന്തായിരുന്നു ഒരു പേര്? ആ, വെള്ളിക്കലം. അതെന്റെ ഒരു ഹിലേറിയസ് സബ്ജക്റ്റാ. അത് റീമേക്ക് ആണോ? അല്ല, അതുപോലൊരു ഹിന്ദി സിനിമ ഞാൻ ഇന്നലെ ടിവിയിൽ കണ്ടല്ലോ. നെവർ. ഇതെന്റെ ഒറിജിനലാ, മൈ ഓൺ ക്രിയേഷൻ. ഇനി അവന്മാര് നമ്മളെ പറ്റിച്ചതാണോ? ആരാ എന്റെ പ്രൊഡ്യൂസേഴ്സ്? പേരറിയാമോ? അഡ്രസ് അറിയാമോ? ഇല്ലെങ്കിൽ വേണ്ട, ഒരു നോട്ടീസ് അയക്കാം. സാറിന്റെ സിനിമ ഈയിടെയല്ലേ പുറത്തിറങ്ങിയത്? ഞാൻ കണ്ട ഹിന്ദി സിനിമ ഇറങ്ങിയിട്ട് 3-4 കൊല്ലേ. സിക്കന്ദർ കാ ആലം. ബാർബർ ഷാപ്പ് വെച്ചിരിക്കുന്ന ആലമാണോ? ബഹുമാനം, ആദരവ്, ആഭിജാത്യം എന്നീ വാക്കുകളെ സൂചിപ്പിക്കുന്ന ഹിന്ദി വാക്കാണ് ആലം. കേട്ടില്ലേ? ഫിലിപ്പള്ളിനെ കണ്ടിട്ട് വരട്ടെ. എഴുതാണ് മലയാള സിനിമ. മലയാള വാക്കിന്റെ അർത്ഥം പോലും അറിയില്ല. എന്താ മിസ്റ്റർ ആനന്ദ ഇത്? എത്ര നോട്ടീസ് അയച്ചു, ഒരു മറുപടി പോലും ഇല്ല. ഇനി തിരയാൻ സ്ഥലം ബാക്കിയില്ല. അവസാനം കട്ടായിക്കോണം വൈഫ് ഹൗസിൽ നിന്നാണ് പൊക്കിയത്. നല്ല ഉറക്കത്തിലായിരുന്നു. വല്ലാത്ത കറക്കത്തിലായി പോയി വിൽപ്പച്ച. കറക്കമൊക്കെ പിന്നെ, ഇപ്പൊ കാശിറക്ക്. ഓ, തൽക്കാലം ഒരു 16,000 രൂപയുണ്ട്. 16,000 രൂപയോ? ഇതുകൊണ്ട് എന്ത് കാര്യം? 34,000 രൂപ ഡ്യൂസ് തന്നെയുണ്ട്. പിന്നെ കിടക്കുന്നത് ബാക്കി. ഒരു പറമ്പ് വിൽക്കാനുണ്ട്. അത് വിറ്റാലുടൻ ഫിലിപ്പച്ചന് തരാനുള്ളത് ഒറ്റ പൈസ ഇല്ലാതെ തീർത്തേക്കാം. അടിയാ, ഒരു പ്രാവശ്യത്തെ കൂടി ഒന്ന് ക്ഷമിക്കും. ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട് കുത്തുവാള ഒരെണ്ണം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആ പറമ്പ് അളിയന്റെ പേർക്ക് എഴുതി കൊടുക്ക. ബാധ്യത തീരുമല്ലോ, അല്ലേ? വേണ്ട വേണ്ട, എന്റെ പേരിൽ എഴുതുമൊന്നും വേണ്ട. അത് വിറ്റിട്ട് കാശ് ഞാൻ തന്നാ മതി. ഉറപ്പേ, ഒരു 16,000 രൂപയുണ്ട്. അയ്യോ, ഇതൊന്നും ആയില്ലല്ലോ. ബാലൻസ് എല്ലാ ഞാൻ അത്രേ കിട്ടിയോളന്ന് റെസിറ്റ് എഴുതി കൊടുത്തേക്ക്. എടോ സദാനന്ദ, ഓ, ഈ സിനിമ ബിസിനസ് തനിക്ക് പറ്റിയ പണിയല്ല. കഴിഞ്ഞ പടത്തിൽ എത്ര ലക്ഷം രൂപ പോയി? 8 ലക്ഷം. ഞാൻ എഴുതിയതിൽ വെച്ച് എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റ് ആയിരുന്നു അത്. ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാണ് ഈ പണിക്ക് പോകണ്ടെന്ന്. പൂരത്തിന് അമിട്ട് പൊട്ടണ പോലെ 7 നിലയിലല്ലേ പടം പൊട്ടിയത്. ഇയാള് പൊക്കോ, എനിക്ക് വേറെ ഇത്തിരി പണിയുണ്ട്. ഓട്ടെ ഫിലിപ്പച്ച. നമ്മുടെ പണം ഉടനെ എത്തിക്കണം. ഓ, ഇനി ഇതുപോലുള്ള പാർട്ടീസിനെ കൊണ്ട് എന്റെ ആഫീസിനകത്ത് കയറിയാലുണ്ടല്ലോ. ഞാൻ നിർത്തി. എനിക്കെന്ത് കാര്യം? വെറുതെ വേലി കിടന്ന പാമ്പിന്റെ അടുത്ത് തോളിലിട്ടതും പോരാ, അത് കഴുത്ത് ചുറ്റുകയും ചെയ്തു. അളയാ, 2 ദിവസം കഴിഞ്ഞ് ഞാൻ വേറൊരു പാർട്ടിയും കൊണ്ടുവരുന്നുണ്ട്. അവനെ പോലെ കഴുത്തി ചുറ്റുന്ന കേസല്ല അത്. ഒരു 5 lakhs മാറ്റി വെച്ചത്. പക്ഷെ അതിന് പറ്റിയ ഒരു സബ്ജക്ട് എന്റെ ഇല്ല. അളിയൻ ഒരുപാട് ഇംഗ്ലീഷ് നോവലുകൾ വായിക്കുന്ന കൂട്ടത്തിലല്ലേ. മലയാളത്തിലേക്ക് ചുരണ്ടാൻ പറ്റിയ എന്തെങ്കിലും ഒരു സംതിങ്. ഞാൻ നോവലും കവിതയും ഒക്കെ വായിച്ചിട്ട് 1 കൊല്ലം ആവാറായി. അവൻ പോയതിനു ശേഷം ഒരു എന്റർടൈൻമെന്റിലും താല്പര്യമില്ല. അത് മാത്രമല്ല, ഞാൻ ഈ സിനിമാക്കാർക്ക് ഫൈനാൻസ് ചെയ്യുന്നത് അങ്ങ് നിർത്തണം. നിർത്തണം. എന്നാ പോണം.